അതുകൊണ്ട് വിധി പോൽ കാന്തസംഗമം ചെയ്യുവിൻ നിങ്ങളിൽ കർമ്മം ക്ഷണഭംഗുരം. അല്പാനന്ദം കൊണ്ട് ഒരൽപാനന്ദം തന്നെ ഓർമ്മ വന്നിടാൻ ഈശൻ ചെറിയൊരാനന്ദം തന്നതാണെന്ന് ഉറയ്ക്കണം. എന്തെന്നറിയോ പറയണത്? നമ്മുടെ ജീവിതത്തിൽ സുഖം തേടി നിറയുമ്പോൾ അല്ലെ, എന്ത് കഴിച്ചാലാ സുഖം കിട്ടുക, എന്ത് കണ്ടാലാ സുഖം കിട്ടുക? വിരൽത്തുമ്പിൽ ഇരിക്കുന്നുണ്ട് സുഖവസ്തുക്കളൊക്കെ അല്ലെ. ഇപ്പൊ ആഹാരം കഴിക്കണമെങ്കിൽ ഒന്ന് തൊട്ടാൽ മതി, ആഹാരം മുമ്പിൽ വരും. അങ്ങനെ ഈ സുഖം തേടി നടക്കുമ്പോൾ ശിവലിംഗദാസ സ്വാമികൾ പറയാണ്, ഈ സുഖം ഇരിക്കുന്നത് ഉള്ളിലാണ് എന്ന് പറഞ്ഞിട്ട് പറയാ, ഏറ്റവും വലിയ സുഖം സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള സുഖമാണെങ്കിൽ അത് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവിടെ പറയാ, അത് സന്താനീച്ച കൈക്കൊണ്ട് വിധി പോൽ കാന്തസംഗമം ചെയ്യുവിൻ. അതായത് ധർമ്മപ്രജാ സമ്പത്യർത്ഥം വിവാഹം. ധർമ്മപ്രജകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, സത്സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് വിവാഹം. ആ വിവാഹത്തിലൂടെ ഒരു കുഞ്ഞ് ജനിക്കേണ്ട, എങ്ങനെയാണ് ഒരു കുഞ്ഞിന് വേണ്ടി മാതാപിതാക്കൾ സങ്കല്പം ചെയ്യേണ്ടത്? ആ കുഞ്ഞ്, അത് ശ്രീമിത്ര ശതകത്തിലെ അല്ലാണ്ടോ, ഇത് ശ്രീനാരായണ ധർമ്മത്തിലെയാണ്. അപ്പോ അതിലേക്ക് അറിയാതെ കയറിപ്പോയതാണ്. അതായത് ആ കുഞ്ഞിനെ അമ്മ ഗർഭത്തിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അമ്മയുടെ ചിന്തകൾ വരെ കുഞ്ഞിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വർത്തമാനങ്ങൾ കേൾക്കുക, നല്ല പ്രാർത്ഥനകൾ ചൊല്ലുക, നല്ല ആഹാരം കഴിക്കുക, ദുഃഖമല്ലാത്ത സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കൂടി തീരുന്നത് വരെ അമ്മയ്ക്കും അച്ഛനും ബ്രഹ്മചര്യം നിർബന്ധം. ഇവയുമാണ് ഒരു കുടുംബത്തിന്റെ വിളക്ക്. നിങ്ങൾ നോക്കിക്കോളൂ, ഏതൊരു കുടുംബം ഉയർച്ചയിൽ എത്തിയിട്ടുണ്ടോ അതിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും, ശക്തമായ ഒരു സ്ത്രീയുടെ പിന്തുണ ഉണ്ടാവും അല്ലെ. ആ സ്ത്രീ നല്ല സഹനശക്തിയുള്ള സ്ത്രീയുമായിരിക്കും, സംശയമില്ല അവിടെ അല്ലെ. എന്തെല്ലാം സഹിച്ച് ക്ഷമിച്ചാലും തന്റെ ഭർത്താവിനോട് പ്രീതിയോടുകൂടി പെരുമാറിക്കൊണ്ട് ആ ജീവിതത്തെ മുന്നോട്ട് നയിച്ച ആ കുടുംബിനിയുടെ ആ ക്ഷമയാണ് ആ കുടുംബത്തിന്റെ ശ്രേയസ്സായിട്ട് വരുന്നത്. അതുകൊണ്ട് ഒരു ഭാര്യാധർമ്മം എന്ന കൃതി നമുക്ക് രചിച്ചു തന്നിട്ടുണ്ട്. ഭാര്യാധർമ്മം അതിൽ പറയുകയാണ്, വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകിൽ തന്റെ വാഴ്ചയ്ക്കു തുണയാമവൾ. എന്താർത്ഥം? അമ്മമാരൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും അല്ലേ. ഭർത്താവ് പണിയെടുത്ത് 1000 രൂപ ആണെങ്കിൽ പണ്ടൊക്കെ 100 രൂപയൊക്കെ ആയിരിക്കും കിട്ടുകയല്ലേ അമ്മേ, 50 രൂപ 100 രൂപയൊക്കെ ആയിരിക്കും കിട്ടുകയല്ലേ. അതിൽ നിന്ന് നമ്മൾ മിച്ചം വെക്കും അല്ലേ. 700 കൂട്ട ആത്മഹത്യകളാണ് കുടുംബത്തിൽ നടക്കുന്നത് അല്ലെ. ലക്ഷങ്ങളാണ് ഇന്ന് സാലറി, പക്ഷെ ഒന്നിനും തികയുന്നില്ല. കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ ആണെങ്കിലും SNDPയുടെ ആണെങ്കിലും പോഷക സംഘടനകളുടെ ഒക്കെ ആണെങ്കിലും വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി കൈകാര്യം ചെയ്യണമെന്ന് ഗുരു നിർദ്ദേശിച്ചിരുന്നു. എല്ലാ വർഷവും ഗുരു കണക്കുകൾ കൃത്യമായി പരിശോധിച്ചിരുന്നു. ഒരു കുടുംബിനിയോട് പറയുമായിരുന്നു, നീ വസതിക്കൊത്ത ഗുണമുള്ളവളാകണം അല്ലെ, വരവിൽ സമന്വയം ചെയ്യണം, അതെങ്കിലും പാലിക്കണം. അങ്ങനെയാണുള്ളവളാണ് കുടുംബത്തിൽ ഇരിക്കാൻ യോഗ്യതയായിട്ടുള്ളവൾ. ഗുണം കുടുംബിനിക്കില്ലാതാകിൽ എല്ലാം ഇരിക്കലും, ഗുണമില്ല കുടുംബത്തിന് ഇല്ലാതാകും കുടുംബം. ഇല്ലാതായ എത്ര കുടുംബങ്ങൾ കാണുന്നുണ്ടല്ലേ. എന്താ ചെലവ് നമുക്ക് സുസ്ഥിരമായ ആരോഗ്യത്തിനും ആ കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലും കുടുംബിനിക്ക് ഏറ്റവും വലിയ പങ്കുണ്ടെന്ന് ഗുരു മുന്നിൽ കണ്ടിരുന്നു. അതായത് ഏറ്റവും അധികം കരുതലോടെ ഗുരു ചേർത്ത് പിടിച്ചിരുന്നു സ്ത്രീകളെ. കാരണം നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ ജീവിതം പിന്നെ അധോഗതിയല്ലേ. ഒരു നല്ല കർമ്മങ്ങൾക്കൊന്നും മുന്നിൽ വരാൻ പാടില്ല, പൊട്ട് തൊടാൻ പാടില്ല, പൂജ തൊടാൻ പാടില്ല, ഒന്നിനും പോകാൻ പാടില്ല. പാവം ഇണ നഷ്ടപ്പെട്ട ദുഃഖത്തിനേക്കാൾ ഇരട്ടിയാണ് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. മകന്റെ കല്യാണത്തിന് പോലും പുറകോട്ട് മാറ്റി നിർത്തുന്നു അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ വേദനകൾ അനുഭവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പരമഋഷിയായ ശ്രീനാരായണ ഗുരുദേവൻ കുദ്രോളിയിലെ ഗോകർണനാഥ ക്ഷേത്രം, കർണാടകയിൽ ഒരു ക്ഷേത്രം ഉണ്ടെന്നറിയോ കുദ്രോളിയിലെ? അറിയാലോ. അത് പറയില്ല, നന്ദിയില്ലാത്തവരാണ്. അപ്പോ ഇവിടെ പറഞ്ഞു വന്നത്, കുദ്രോളി ക്ഷേത്രത്തില് പൂജ ചെയ്യുന്നവർ എങ്ങനെയുള്ളവരാണെന്നറിയോ? സ്ത്രീകളാണ്, വിധവകളായ സ്ത്രീകൾ. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്ന സ്ത്രീകളെ ഒരു ദൈവിക പൂജാതി കാര്യങ്ങൾക്ക്
നിയോഗിക്കാൻ അവർ ശ്രേഷ്ഠരാണ് എന്ന് പറഞ്ഞ് അവരെ ആ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന മഹാഗുരുവിന്റെ കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? അത് തന്നെ ആരാധ്യനതോർത്തിയിടുകിൽ ഞങ്ങൾക്ക് വിടുന്ന നാരായണമൂർത്തേ ഒരു നാരായണമൂർത്തേ അല്ലേ? അണകവിയുന്ന അഴലാഴിയാഴുമിന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാദവശ്യ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ. അതായത് ആശാന്റെ ഇടയ്ക്ക് കയറി വന്നു പോയതാ. അതായത് ആശാനെ ഭക്തി കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ടും ഭക്തവിലാപമൊക്കെ എഴുതിയിട്ടുണ്ട്. എഴുതുമ്പോ ആദ്യത്തെ ശ്ലോകം ഇതാ, സുബ്രഹ്മണ്യനെയൊക്കെ സ്തുതിക്കണം, അവിടെ ഇരിക്കട്ടെ, എന്റെ ദൈവം ആരാ? ആ ദുഃഖക്കടലിൽ നിന്ന് എന്നെ ഇങ്ങനെ കൈ പിടിച്ചുയർത്തിയെടുത്ത നാരായണ ഗുരു നായകൻ എന്റെ ദൈവമാണ്. ഇതിൽ പരം ദൈവം എനിക്ക് അല്ലേ? അല്ലെ നമിക്കുവിൻ അല്ലെ ചൊല്ലിക്കിയത്. പ്രകാമം സാധുഗർഹിതേ ദദാതി യതിജാതത്തെ തത് സ്യാത് സന്തതി വിക്രയ. സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് സന്താനങ്ങളെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തുല്യമാണ്. ഒരു സ്ത്രീയുടെ സ്ഥാനം നോക്കൂ. അതായത് അവള് താലി ചാർത്തി വിളക്കെടുത്ത് വലതുകാല് ചവിട്ടി ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടി ആ വീടിന്റെ 7 തലമുറകൾക്ക് പുണ്യം നൽകേണ്ട, സന്തതി പരമ്പരയ്ക്ക് ജന്മം നൽകേണ്ട കുട്ടിയാണ്. നീ കൊണ്ടുവന്ന സ്ത്രീധനം എവിടെയെന്ന് ചോദിച്ചിട്ടാണോ അവളെ സ്വീകരിക്കേണ്ടത്? ആ സ്ത്രീയെ ധനമായി സ്വീകരിക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സന്തതി പരമ്പരയെ നിലനിർത്തേണ്ടവളാണ്. ധർമ്മപ്രജാ സമ്പത്യർത്ഥം അല്ലെ ഏകവിംശതി കുലോദ്ധാരണായ വരസ്യ പിതൃഋണമോചനായ കന്യാദാന മധ്യകരിഷ്യേ എന്ന് പറഞ്ഞാൽ പിടിച്ചു കൊടുക്കണല്ലേ. 21 തലമുറകളുടെ ഉദ്ധാരണത്തിനുള്ള സന്തതി പരമ്പരകളെ ജന്മം നൽകുന്നതിന് ഇതാ ഞാൻ ഈ കന്യകയെ ദാനം ചെയ്യുന്നു അല്ലേ? വധുവിന്റെ കൈയെടുത്ത് വരന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് അല്ലേ? മന്ത്രാണ്. അപ്പോ ഒരു ചോദിക്ക് പറയാണ്, സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് സന്താനങ്ങളെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തുല്യമാണ്. ഓരോ അമ്മമാരും ഓർക്കുക, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന മരുമകൾ അല്ലെ, അവളിലൂടെയാണ് ആ കുലം നടന്നു പോകേണ്ടത് അല്ലേ? അപ്പോ സ്വന്തം കുഞ്ഞ് ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ഒന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയല്ലേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മകളും അല്ലേ അമ്മേ? അല്ലേ? ആ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുമ്പോൾ അമ്മയോട് എന്തും പറയാൻ അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലേ? അപ്പൊ അവളുടെ അമ്മ സ്വന്തം അമ്മ തന്നെയാവും ഈ അമ്മയും അല്ലേ? വേദനകൾ പങ്കുവയ്ക്കുമ്പോ ആ അമ്മ തന്നെ സ്വന്തം അമ്മ ആവില്ലേ? അതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ശ്രീനാരായണ സംസ്കാരത്തിലുള്ള അമ്മായിയമ്മമാരില്ല, ആര് മാത്രമേ ഉള്ളൂ? അമ്മമാരേ ഉള്ളൂ. 2 അമ്മമാരായി വരുന്നേ ഉള്ളൂ അല്ലേ? ഒരമ്മയ്ക്ക് പകരം 2 അമ്മ കിട്ടും അല്ലേ? അപ്പോ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുടെ സ്ത്രീധനത്തിന്റെ കണക്ക് ചോദിക്കരുത്. അല്പം സ്വർണമൊക്കെ ധരിച്ചു വന്നാൽ അതുകൊണ്ട് ത്രാസിൽ വെച്ച് തൂക്കി നോക്കി കണക്ക് എഴുതി വെച്ച് കണക്ക് ചോദിക്കരുത്. കാരണം വിവാഹത്തിന് താല്പര്യപ്പെടുന്നില്ല എന്നറിയോ? താല്പര്യപ്പെടുന്നില്ല. കാരണം ഇതൊക്കെ തലമുറകളായി സഹിച്ചു വന്ന അനുഭവങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഇനി വിവാഹം കഴിച്ചാൽ തന്നെ ന്യൂജൻ പെൺകുട്ടികളുടെ കൺസെപ്റ്റ് എന്താണെന്നറിയോ? എന്താണെന്നറിയോ? അതല്ലേ. അപ്പോ ശ്രീനാരായണ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ പറയാണ് സ്ത്രീധനം, സ്ത്രീ തന്നെ ധനം. പിന്നെ സ്ത്രീധനത്തെ കുറിച്ച് ഗുരു പറഞ്ഞിരുന്നത് 5 പൊരുത്തം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഏതാ 5 പൊരുത്തം? 10 പൊരുത്തം ഒന്നും വില പിടിക്കണ്ട. ആയിരിക്കുന്ന 5 പൊരുത്തം ഏത്? വയോ രൂപ ശീലാദ്വേഷ്വനുരൂപ്യതഃ മിതോ അനുരാഗോ ദാമ്പത്യസ്ഥിത്യൈ സുദൃഢ ശൃംഖല. സംസ്കൃതത്തിലെ പറയണം, മലയാളം പറയാം. വിദ്യാഭ്യാസം വേണം. MA പഠിച്ച പെൺകുട്ടിക്ക് 5ാം ക്ലാസ് പഠിച്ചവനെ വിവാഹം ചെയ്ത് കൊടുക്കരുത്. അറിവിന്റെ അവിടെ വാഗ്വാദങ്ങൾ വരും. വിദ്യാഭ്യാസം തുല്യമായിരിക്കണം. ആധുനിക തലമുറയ്ക്ക് വേണ്ട വിവാഹ പൊരുത്തം പറഞ്ഞതല്ല അല്ലേ?
വിദ്യാഭ്യാസം ഗുരു എന്ന ഋഷീശ്വരനെ ആലോചിച്ച് നോക്കൂ. ഒരു കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് കുടുംബത്തിലെ വ്യവസ്ഥകളെ വരെ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്ന ഭഗവാന്റെ ദർശനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗ്രേറ്റാണ്. പുണ്യവാന്മാരാണ് ഒരു പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത്. അതാണ് ആലോചിക്കേണ്ടത്. അപ്പോ വിദ്യാഭ്യാസം അടുത്തത് എഴുതി വെച്ചോണം, മനസ്സിൽ കുറിച്ചോണോടെ മക്കളെ. കല്യാണം കഴിക്കുമ്പോൾ ഈ 5 പൊരുത്തം എനിക്ക് മതി നോത്തോളൂ. വിദ്യ, അടുത്ത വിത്തം, സമ്പത്ത്. എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനി അതുമല്ല, ഇച്ചിരി സാധാരണ ജീവിച്ചിട്ട് വലിയ കുമ്പത്തിൽ കൊടുക്കുമ്പോഴോ അവിടെ ഈ കുഞ്ഞിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അല്ലേ? അപ്പോ ധനസ്ഥിതി നോക്കണം. ഒന്നാമത്തെ പൊരുത്തം ഏതാ? നീ ഇത് പാലിച്ചോണ്ടോട്ടെ, ഇത് ഗുരു പറഞ്ഞേക്കുന്നതാണ്. ധനം. അടുത്ത വയസ്സ്. നമുക്ക് 18 വയസ്സായ പെൺകുട്ടീനെ 50 വയസ്സുള്ള ആൾക്ക് കല്യാണം കഴിച്ച് കൊടുത്തിരുന്നു. അത് കാണിക്ക പോലുമില്ല. ആൾ എങ്ങനെയുള്ള ആളാണെന്ന് കാണിക്ക പോലുമില്ല, കാണാൻ പോലും അനുവദിച്ചിരുന്നില്ല. ഗുരു പറയും, വിവാഹത്തിന് തീരുമാനമെടുക്കുമ്പോൾ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും പൊതുസ്ഥലത്ത് കാണാനും പരസ്പരം കാണാനും സംസാരിക്കാനും അവസരമൊരുക്കണമെന്ന് അക്കാലത്ത് പറഞ്ഞു ഗുരു. ആലോചിച്ച് നോക്കൂ. ആ പെൺകുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ സ്വസ്ഥ ജീവിതത്തിനുള്ള സാഹചര്യം അവിടെ ഒരുക്കണമെന്ന് ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലേ? കലഹങ്ങൾ ഉണ്ടാക്കരുത്, സ്വസ്ഥ ജീവിതത്തിനുള്ള അവസരങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ വീട്ടിൽ അവസരമില്ലെങ്കിൽ ആ ആൺകുട്ടിയും പെൺകുട്ടിയും ആ ഗൃഹം ഉപേക്ഷിക്കണം അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ വേണം? സമാധാനവും സ്വസ്ഥവുമായി ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കണം. വിദ്യാഭ്യാസം, വിത്തം, കൂടി പറഞ്ഞാൽ നിർത്തുക. വയസ്സെന്ന് പറഞ്ഞാൽ ഒരു 2 വയസ്സൊക്കെ വരാം അല്ലേ? 10, 15, 20 വയസ്സൊക്കെ വ്യത്യാസം വരുമ്പോഴോ ചിന്തകളും എല്ലാം വ്യത്യാസമാവും അല്ലേ? അപ്പൊ വയസ്സിന് തുല്യത വേണം. ഞാൻ അടുത്ത പറഞ്ഞേ, വിദ്യ, വിത്ത, വയോ, രൂപം. രൂപം പറഞ്ഞ സൗന്ദര്യം. ഈ നല്ല സുന്ദരിയായ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒട്ടും സൗന്ദര്യമില്ലാത്ത ഒരാൾക്ക് കൊടുക്കുമ്പോൾ ബാഹ്യമായ സൗന്ദര്യം നോക്കിയാലും അത് ചെയ്തില്ല അല്ലെ? ഇനി ആ കുട്ടി ഈ ബാഹ്യമായ സൗന്ദര്യം ഒന്നുമല്ല കേട്ടോ. സൗന്ദര്യം ഗുരു കണ്ടിരിക്കുന്നത് മനസ്സിന്റെ സൗന്ദര്യമായിരിക്കാം. അല്ലേ? മനസ്സിന്റെ സൗന്ദര്യം. എത്ര കാണാൻ ഭംഗിയില്ലാത്ത ആളാണെങ്കിലും നല്ല സ്നേഹമുള്ള, ദയയുള്ള, ആർദ്രയുള്ള, അല്ലേ, തന്നെ പോലെ തന്നെ തന്റെ വാമഭാഗത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിന് പല സൗന്ദര്യം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഈ ശരീരത്തിന്റെ നിറമൊക്കെ പോവില്ലേ? ഈ കാണുന്ന തൊളിയൊക്കെ ചുളുങ്ങി പോവില്ലേ? മുടിയൊക്കെ നനച്ചു പോവില്ലേ? അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ഭംഗിയൊക്കെ ആ കല്യാണം കഴിച്ചപ്പോഴുള്ള ഫോട്ടോ, ഇപ്പോഴത്തെ ഫോട്ടോ ഇവിടെ നിന്ന് എടുത്ത് നോക്കിക്കേ. അപ്പൊ എന്ത് സുന്ദരിയെ ഞാൻ കെട്ടിയത്, നീ എങ്ങനെ ഈ കോലത്തി നോക്കൂ അല്ലേ? ഇല്ലേ? അപ്പൊ സൗന്ദര്യം അല്ലേ? സൗന്ദര്യം ഉണ്ടാകണം. വിദ്യ, വിത്ത, വയോ, രൂപ, ശീലം പരമോ ഗുണം. അമ്മ ഇപ്പൊ ഈ അമ്മ മക്കളെ കൈ പിടിച്ച് കൊണ്ടുവന്നെടുത്ത് വളർത്തി നിങ്ങൾ കെട്ടിച്ചു വിടുമ്പോൾ ഒരു ഈശ്വരഭക്തി ഇല്ലാത്തടത്തേക്കും ഒരു കൃത്യനിഷ്ഠ ഇല്ലാതെ ജീവിക്കുന്നിടത്തേക്കും വിളക്ക് പോലും കത്തിക്കാത്തടത്തേക്കും ഒക്കെ ആവുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന ശീലവും ആ ശീലവും തമ്മിൽ ചേരുമോ? നമ്മൾ നല്ല നാമം ചൊല്ലിയും അല്ലെ ഒക്കെ വളർത്തിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നു തരുന്ന പെൺകുട്ടികള് സന്ധ്യക്ക് വിളക്ക് വെച്ചില്ലെങ്കിൽ നമുക്ക് അമ്മ പറഞ്ഞു കൊടുക്കില്ലേ, എന്ത് ബുദ്ധിയായത്, വിളക്ക് പോലും കത്തിക്കുന്നില്ല. എന്റെ മക്കൾ എന്നോടൊരു ദർശന ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗുരുകുലത്തിൽ നിന്നും പെൺകുട്ടിയെ തിരഞ്ഞെടുക്കണം. അന്ന് ചേർത്ത ടീച്ചറെ, ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം തന്നെ പറഞ്ഞു. ഈ ഗുരുകുലം എന്ന് പറയുമ്പോൾ ഈ ജാതിയല്ലേ? എന്തിനാ ഗുരു അങ്ങനെ പറഞ്ഞ? ഈ ജാതി കണ്ടു മക്കളെ, ഗുരു അവിടെ ജാതിയല്ല പറഞ്ഞത്. ഗുരുകുലം എന്ന് പറഞ്ഞാൽ നല്ല സംസ്കാരത്തിൽ വളർന്ന അല്ലേ, ആ സമ്പ്രദായത്തിൽ വളർന്ന ഒരു കുലത്തിൽ നിന്ന് കുട്ടിയെ സെലക്ട് ചെയ്യണമെന്നതിന്റെ അർത്ഥം അല്ലേ? മുതിർന്നവരെ ബഹുമാനിക്കാനും അല്ലേ, താൻ ആഹാരം രാവിലെ എഴുന്നേറ്റ് കുടിച്ച് അടുക്കളയിൽ കയറാനും തന്റെ ഭർത്താവിന് കൊടുക്കുന്നതോടൊപ്പം പ്രായമുള്ള അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് നോക്കാനും അവർ കൊണ്ട വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന തണൽ എന്ന് അനുഭവിക്കാൻ അറിയാനുള്ള ആന്തരികമായ അല്ലെങ്കിൽ മനസ്സിന് വെളിച്ചമുള്ള ഒരു പെൺകുട്ടിയൊക്കെ മാറും അല്ലെ? അതിന് കുലം, ശീലം, ഞാൻ നിർത്താന്ന് പറഞ്ഞിട്ട് കുറെ സമയം അറിയാണ് കാളിദാസൻ
എഴുതിയ ശാകുന്തളം വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ശാകുന്തളത്തിലെ കണ്ണുമുനി തന്റെ ആശ്രമത്തിൽ എടുത്തു വളർത്തിയ ശകുന്തളയെ ദുഷ്യന്ത കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നീ താപസ കുലത്തിൽ ജനിച്ചിട്ട് നിന്റെ വസ്ത്രമൊക്കെ മനോഹരിയും അതുപോലെ തന്നെ പൂക്കളുടെ ഒക്കെയാണ് കമ്മലായിട്ടൊക്കെ ധരിച്ചിരിക്കുന്നത്, ആഭരണങ്ങളൊന്നും ഇല്ലാതെ. പക്ഷെ നിനക്ക് തപോധനയാണ്, നീ തപസ്സാകുന്ന ധനവും കൊണ്ടാണ് നീ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഋഷീശ്വരനായ കണ്ണമുനി ശകുന്തളയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ശുശ്രൂഷസ്വ ഗുരും ഗുരു പ്രിയസഖീ വൃത്തിം സപത്നീ ജനേ വിപ്രകൃതാ വിരോഷണതയാ മാസ്മപ്രദീപം ഗമാ ഭൂയിഷ്ടം ഭവ ദക്ഷിണാ പരിജനേ ഭാഗ്യേശ്വരസ്യ ഗിരേ യാദ്യേവം യുവതയോ ഗൃഹിണീപദം വാമാകുലസ്യാതയഃ. ഫസ്റ്റ് സെഞ്ചുറിയാണ്, 1-ാം നൂറ്റാണ്ട്. എത്രാം നൂറ്റാണ്ടാ? ഋഷിയായ കാളിദാസന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം നമുക്ക്. നീ അവിടെ ചെല്ലുമ്പം മരുമകളായിട്ട് പോകുക ദുഷ്യന്ത കൊട്ടാരത്തിലേക്ക്. നിന്നെ സ്വീകരിക്കുമ്പോൾ ഒന്നും അറിയില്ല. കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകൾ നിൽക്കേണ്ടത് പുരുഷന്റെ വീട്ടിലാണ്, ഭർത്താവിന്റെ വീട്ടിലാണ്. അച്ഛനും അമ്മയും അറിയാതെ വിവാഹം ചെയ്തു, ഗാന്ധർവ വിവാഹം. പൊയ്ക്കോളൂ, ഇനി ഇവിടെ സ്ഥലമില്ല, പൊയ്ക്കോളൂ. പോകുമ്പോ നീ അവിടെ ചെല്ലുമ്പോൾ നിൽക്കൂ, ഒന്ന് ഓർക്കൂ. അവിടെ ചെല്ലുമ്പോ ആദ്യം പറഞ്ഞുകൊണ്ട് ശുശ്രൂഷസ്വ ഗുരും ഗുരു, ഗുരുക്കന്മാരെ മാതാപിതാക്കളെ ശുശ്രൂഷ ചെയ്യണം. ഭർത്താവിനെ ശുശ്രൂഷ ചെയ്യണം എന്നല്ല പറഞ്ഞത്, അല്ലേ? പ്രിയസഖീ വൃത്തിം സപത്നീ ജനേ, ബഹുഭാര്യത്വമുണ്ട് ഭർത്താവിന്, അവരോട് നീ കലഹിക്കണ്ട, കൂട്ടുകാരികളായിട്ട് കലഹിക്കോ. എന്നിട്ട് പറയാ, നിന്റെ വീട്ടിൽ ഭർത്താവ് എത്രയേറെ ഒരു രാജാവാണ്, ഒത്തിരി ബുദ്ധി അല്ലെങ്കിൽ മാനസികമായ സംഘർഷങ്ങളൊക്കെയുള്ള ജോലിയാണ്. അപ്പോൾ ഭർത്താവ് എത്ര ജോലി കഴിഞ്ഞ് ഭർത്താവ് എത്ര വിഷമിച്ച് വരുമ്പോഴും നമുക്കത് അങ്ങനെ എടുക്കാം. രോഷണതയാ, ആ ദേഷ്യം മുഴുവൻ കാണിക്കരുത്. മാസ്മപ്രദീപം ഗമാ, അദ്ദേഹത്തിന് എതിരായി ഒന്നും പ്രവർത്തിക്കല്ലേ മോളെ, അല്ലേ? അദ്ദേഹത്തിന് എത്ര ദേഷ്യപ്പെട്ടാലും ക്ഷമിക്കേണ്ടതാരാ? ക്ഷമയാ ദരിദ്രി, അല്ലേ? അമ്മ തന്നെ ക്ഷമിച്ചോളണം. എന്നിട്ട് പറയാണ്, അവിടെ ധാരാളം, ഇവിടുത്തെ പോലെയല്ല, ധാരാളം സേവകരുണ്ടാവും ജോലി ചെയ്യാൻ. അവർക്ക് ഇഷ്ടം ദക്ഷിണ പരിജനേ, ഈ അടിച്ചു തൂത്തൊക്കെ വരുന്ന ആളുകളില്ലേ, അവർക്കൊക്കെ കൈയടിച്ചൊക്കെ സഹായിക്കണം കേട്ടോ, നല്ലതായിട്ട് നീ കൊടുക്കണം എന്ന് പറയാണ്. പിന്നെ വലിയ ഉപദേശം ഭാഗ്യേശ്വരസ്യേഗിരി, ഇവിടെ ഒരു നേരം കായികനികളും ഫലമൊക്കെ കഴിച്ചാൽ നീ ജീവിക്കണേ. പാൽക്കഞ്ഞിയും പ്രൗഢമായ രാജകീയ ആഹാരങ്ങളും രാജകീയ ആഭരണങ്ങളൊക്കെ ധരിച്ച് അട്ടുമെല്ലയിൽ കിടക്കുമ്പോൾ ഗർവം അരുത്, ഭാഗ്യത്തിൽ നീ അഹങ്കരിക്കരുത്, അല്ലേ? യാന്ത്യേവം യുവതയോ ഗൃഹിണീപദം, ഇത്തരത്തിലുള്ള യുവതികളാണ് ഉത്തമ കുടുംബിനികളായി ഭാരത സംസ്കാരത്തിൽ നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള കുടുംബിനികൾ. വാമാകുലസ്യാദയഃ, ഇതിന് എതിരാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ നീ ആ കുലത്തിന്റെ ആദിയായിട്ട് മാറും. നമ്മുടെ കുടുംബത്തിൽ വളരുന്ന മക്കളെ കുടുംബത്തിന്റെ ആദിയാക്കരുത്, കുടുംബത്തിന്റെ ആദികളാക്കരുത്. അച്ഛനും അമ്മയും 2 ആൺകുട്ടികളും സന്തോഷത്തോടെ ആഹാരം പങ്കുവെച്ച് വിഷമങ്ങൾ പങ്കുവെച്ച് ജീവിച്ചിരുന്ന കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ ആ കുടുംബത്തിനെ 4-4 ചിഹ്ന ഭിന്നമാക്കിയിട്ടുണ്ടെങ്കിൽ അത് കുലത്തിന്റെ അന്തര, അല്ലേ? ആണല്ലോ, ആണ്. അപ്പോ എന്തായാലും അമ്മമാർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രഭാഷണത്തിലൂടെ കടന്നുപോയി ഒരു സ്ത്രീക്കുള്ള പങ്കിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഗുരുദേവ രചിതമായ 2 കൃതികൾ, ശ്രീനാഥധർമ്മത്തിന്റെയും ഹോമമന്ത്രത്തിന്റെയും 100ാം വാർഷികമാണ്. ഹോമമന്ത്രത്തിനെ കുറിച്ച് ഇനി ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം, അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല. എങ്കിലും ഇവിടെ ധാരാളം ഹോമവും പൂജയും യജ്ഞയൊക്കെ പേപ്പറിൽ ഇതിനകത്ത് ഞാൻ കണ്ടു. അതിന് നടുക്കത്തിലാണ് എൻ്റെ പേരിട്ടേക്കുന്നത്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതെ പോകാൻ ഭഗവാൻ സമ്മതിക്കുന്നില്ല കൊണ്ടാണ് ഇപ്പൊ ഓർമ്മിപ്പിച്ചത്. ഇതും കൂടി ഒന്ന് പറഞ്ഞേര്, അല്ലേ? അപ്പൊ അതായത് യജ്ഞവും യാഗവും ഹോമവും ഒക്കെ ഭാരതീയ സംസ്കാരത്തിന്റെ വേദത്തിലാണ്.
അവിടെയുള്ള കർമ്മങ്ങളാണ് വൈദിക കർമ്മങ്ങൾ, യജ്ഞവും യാഗവും ഒക്കെ. ഇത് പണ്ട് ചെയ്തിരുന്നത് എന്തിനാന്ന് വെച്ചാൽ അവനവന്റെ ആത്മീയതയെ ഉണർത്താനും അവനവനെ ഈശ്വരന് സമർപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഇന്നത് ആ വേദികളെല്ലാം പാവപ്പെട്ട മനുഷ്യര് ഈ പൂജയ്ക്കും ഹോമത്തിനും ഒക്കെ വേണ്ടിയിട്ട് നിരവധിയായ പൈസ ദൂർത്തടിക്കുമ്പോൾ അത് ആഡംബരങ്ങളായും അതായത് പണച്ചിലവുള്ളതായിട്ടൊക്കെ മാറുമ്പോൾ ഗുരു അതിനെ ജനകീയമാക്കിക്കൊണ്ട് 1925 ഹോമമന്ത്രം രചിച്ച് തന്നിട്ട് ഗുരു നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്ന ഹോമമൊക്കെ എന്തിനാ ഉപകരിക്കട്ടെ? എന്നെ ആത്മീയമായ തെളിച്ചലിലേക്കും ഞാൻ എന്ന അഹന്തയെ, എൻ്റെ കാമക്രോധ ലോപമോഹ മത മത്സരങ്ങളെ ഞാനിവിടെ ഈ ഹോമാഗ്നിയിലേക്ക് ദഹിപ്പിച്ചിട്ട് പറയാണ്, ഞാനിതാ എന്നെയും കൂടി അങ്ങ് മോഹിക്കുന്നു. മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. എന്നിട്ട് നീ ഞങ്ങളിൽ പ്രസാദിക്കൂ ഭഗവാനെ, ശ്രേയസ്സും പ്രേയസ്സും ഈ നാട്ടിന് തരൂ. ഇത് ചോദിച്ചപ്പോൾ ആദ്യം എന്ത് ചെയ്തു? സമർപ്പിച്ചില്ലേ? ഭഗവാന് എന്നെ തന്നെ സമർപ്പിച്ചു. എന്നിട്ടാ പറയണത്, എനിക്കിങ്ങനെ താങ്ങും, എനിക്ക് എന്താ വേണ്ടത്? ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ അത് മതി. അടുത്ത തലമുറയ്ക്ക് വേണോ? തലമുറയ്ക്കുള്ളത് കൂടി വേണോ? അത് അവരെ ഉണ്ടാക്കിക്കൊള്ളൂലേ? ഉറപ്പാണല്ലോ. അപ്പോ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അത്യാവശ്യത്തിനുള്ളതൊക്കെ തരിക. അതിനുശേഷം മുഖ്യമായും എനിക്ക് വേണ്ടത് ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കാനുള്ള ഈശ്വര സാക്ഷാത്കാരമാണ്. യജ്ഞയാഗ ഹോമാദികൾ എന്ന് ഹോമത്തിലൂടെ ഗുരു പറഞ്ഞു. നമ്മളത് എന്താക്കി മാറ്റി? സർവേശ്വര പൂജ, വിവാഹം നടത്താൻ, വിജയം നേടാൻ, ശത്രു സംഹാരം, അല്ലേ? ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതാക്കി മാറ്റിയപ്പോൾ ഗുരു പറഞ്ഞു, അതായത് ആര്യ സമാജ സന്യാസിയായ ശ്രദ്ധാനന്ദജിക്ക് ഹോമമന്ത്രം 1925 രചിച്ചു കൊടുത്തു. അതിന്റെ ഹോമമന്ത്രത്തിന്റെ വാർഷികം 2025 എത്തിയപ്പോൾ നമ്മുടെ കർണപുടങ്ങളിലേക്ക് എത്തണം. വലിയ വലിയ ചാർത്തുകളൊക്കെ ആരെങ്കിലും കയ്യിൽ തരുമ്പോൾ അത് കുടുംബം വിറ്റൊന്നും നടത്തരുത്. ഇതിന്റെ സമർപ്പണമാണ്. ഞാൻ എന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി യജ്ഞയാഗ ഹോമാദികൾ ബാഹ്യ ഹോമമല്ല, ആന്തരികമായ ഹോമമാണെന്നും ആന്തരികമായി ഉയർന്ന് ആന്തരിക ശക്തിയെ പ്രോജ്വലിപ്പിക്കുന്നതിന് വേണ്ടി ആകണമെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് പ്രശ്നം വെക്കാൻ ഓടരുത്. പ്രശ്നമൊക്കെ നമ്മളിൽ തന്നെ ഉണ്ട്. എല്ലാത്തെയും അതിനുള്ള സൊല്യൂഷൻ കൂടി വെച്ചിട്ടാണ് പ്രശ്നം വെച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പുറകെ ഓടണം. എനിക്ക് ഇത്രയും പ്രശ്നമുണ്ട്, അതൊരു പ്രശ്നം നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രശ്നം പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നല്ലേ? സമയമില്ല, എനിക്ക് വിഷയമില്ലായി പോയി, അതുകൊണ്ടാണ്. അപ്പോ ഹോമമന്ത്രം കൂടി ചൊല്ലാം. 1925 ശ്രദ്ധാനന്ദജി എഴുതി കൊടുത്തതാണ്. ഇതിന്റെ വിഷയം ഭൗതിക സുഖഭോഗങ്ങൾ ചോദിച്ചു വാങ്ങലല്ല, ജ്ഞാനമാണ് വിഷയം, അദ്വൈതമാണ് വിഷയം. 5 പൈസ ചെലവില്ലാതെ നിങ്ങൾക്കിത് നടത്താം. ഓഫീസിൽ പോണ വഴിയോ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിവാഹം നടക്കുമ്പോഴോ, ഒരു ഷഷ്ടിപൂർത്തി ആഘോഷം നടക്കുമ്പോഴോ, ഒരു 8 ഇഷ്ടിക കൂട്ടി വെച്ച് കുറച്ച് എള്ള്, കുറച്ച് പൂവ്, കുറച്ച് നെയ്യ്, ഗുരുദേവൻ ഹോമം ചെയ്യാൻ, അതായത് പാലക്കാട് നിന്ന് വന്ന ആര്യസമാജ സന്യാസിമാർ അന്നവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ ഗുരുവിനോട് പറഞ്ഞു, സ്വാമി ഞങ്ങൾക്കൊരു ഹോമം നടത്തണം, ശീലമുണ്ട്. അപ്പൊ ഇതാ ഈ മന്ത്രം ഉപയോഗിച്ചോളൂ. അപ്പൊ പറഞ്ഞു, ഇതേതോ വേദത്തിന്റെ മന്ത്രമാണല്ലോ. ഇല്ല, നാം ഇപ്പൊ രചിച്ചതാണല്ലോ. ഭഗവാൻ പറഞ്ഞതാണ്. അത് അനേകം ഉപനിഷത്തുക്കളുടെ സാരമടങ്ങിയ ഭാരതത്തിന്റെ ആധ്യാത്മിക സമ്പത്തിന്റെ നിധിപേടകത്തിൽ എന്നും സൂക്ഷിച്ചു വെക്കാവുന്ന ഹോമമന്ത്രം അന്ന് ഭഗവാൻ രചിച്ചു കൊടുത്തതാണ്. അതില് ഇത്രയൊക്കെ സാധനങ്ങൾ, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത്. അടുത്ത ചിലത് നിങ്ങൾ ചെയ്തു. 8 ഇഷ്ടിക, ഒരു ഹോമം നടത്തുക. എള്ള് വീട്ടിലുണ്ടാവില്ലേ? പുതിയതൊന്നും മേടിക്കണ്ട, പൈസ ചെലവഴിക്കേ വേണ്ട. എള്ള്, കുറച്ച് നെയ്യ് എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ? കുറച്ച് തേങ്ങാപ്പൂൾ ഉണ്ടാവില്ലേ? കുറച്ച് വിറകുണ്ടാവില്ലേ? കുറച്ച് പുഷ്പം ഉണ്ടാവില്ലേ? അല്ലേ? കുറച്ച് ജലം ഇത് ശേഖരിച്ച് വെച്ചിട്ട് ഹോമമന്ത്രം ചൊല്ലാൻ പഠിക്കുക. എന്നിട്ട് ഓരോ ഹോമദ്രവ്യങ്ങളും എടുത്ത് അഗ്നിയെ ബ്രഹ്മത്തിന്റെ പ്രതീകമാക്കി അത് തെളിയിക്കണം. എന്നിട്ട് ഓം അഗ്നേ പറഞ്ഞേ, ഓം അഗ്നേ തവ തേജസ്ത ബ്രഹ്മം. ചിലറിയാമോ? ചില
അഗ്നേ തവ യത്തേജസ്തദ്ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഃ ത്വയി വിഷയ ഇതി സമിധോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. എന്താ സ്വാഹ എന്ന് പറഞ്ഞ? അഗ്നിയുടെ ദഹനശക്തിക്കാണ് സ്വാഹ എന്ന് പറയാം. നമ്മൾ കൊടുക്കുന്ന ഹോമദ്രവ്യങ്ങള് സ്വാഹയിലൂടെയാണ് ചൈതന്യവത്താക്കി മാറ്റുന്നത്, അല്ലെ? അപ്പൊ ഇതാണ് ഹോമമന്ത്രം. ചെയ്യുന്ന എന്നെ കൂടി സമർപ്പിക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. ഭഗവാനത്തിന് എണ്ണ കൊണ്ടത് കൊടുത്താൽ നാളെ എന്റെ കൊച്ചിന് പരീക്ഷയ്ക്ക് വിജയിക്കണം എന്നല്ല ആഗ്രഹിക്കേണ്ടത്. എന്താ ആഗ്രഹിക്കേണ്ടത്? എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്ത് ചൊല്ലണമോ, അല്ലേ എന്ന് ചോദിച്ചിട്ട് ഇത് ഞാൻ തന്നെയാണ് ഭഗവാൻ ഇങ്ങോട്ട് കൊടുത്തേക്ക് കേട്ടോ, അമ്പലത്തിലേക്കൊക്കെ എന്ത് കൊടുക്കാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അത്രയും ഒരു കിടന്ന പാദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു ഓം